ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരുടെയും ക്രിസ്മസ് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരെയായി. ക്രിസ്മസ് ഇങ്ങനെ വാതിക്കലെത്തിയില്ലേ? അപ്പോൾ നമുക്കും ചുമ്മാ ഒന്ന് നമ്മുടെ ബ്രോഡ്വേയിലേക്കൊന്ന് പോകാമെന്ന് കരുതി. അവിടുത്തെ എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ എന്നൊക്കെ ഒന്ന് കാണാമെന്ന് കരുതി കേട്ടോ. അപ്പം ഉച്ചവരെ പ്രജിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയ കൂട്ടത്തിൽ ജസ്റ്റ് ബ്രോഡ്വേയിലോട്ട് പോയി ഒരു ജസ്റ്റ് ഒരു ലുക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നമുക്ക് നിന്ന് തിരിയാനും ശ്വാസം എടുക്കാനും ഒരു വൈകുന്നേരം ആവും തോറും ആ ഒരു 4 മണി സമയത്തൊക്കെ പിന്നെ ഓക്കെയാണേ. രാത്രി ആവും തോറും ആൾക്കാരുടെ ഒരു കൂട്ടം കൂടിയിട്ടേ ഭയങ്കര ഒരു തിക്കും തിരക്കും ആയിപ്പോയി. അപ്പോൾ ഡേ ടൈമിൽ പോയതുകൊണ്ട് കുറച്ച് അവിടുത്തെ വിഷ്വൽസൊക്കെ ഇങ്ങനെ എടുത്തു കേട്ടോ. ഭയങ്കര അഫോർഡബിളായിട്ട് ഭയങ്കര ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുന്നൊരു സ്ഥലമാണെങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട് കേട്ടോ അവിടെ. കാരണം എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് പൊതുവേ ആമസോൺ അല്ലെങ്കിൽ മീഷോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളാണല്ലോ. പക്ഷേ എന്താണ്, കമ്പയർ ചെയ്യാൻ പറ്റില്ല നമുക്കൊരിക്കലും രണ്ടും കൂടെ. നമുക്ക് വരുന്ന ക്വാളിറ്റിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഹാൻഡ് പിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് റേറ്റ് കൂടുതൽ വരും. ഓൺലൈനിലാണെങ്കിൽ അവരെന്താണോ അയക്കുന്നത് അതുകൊണ്ട് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. ഈവൻ നമുക്ക് അതിൻ്റെ ഒരു ഡാമേജസും ഷേപ്സും അല്ലെങ്കിൽ എന്താണ് ആ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ടെക്സ്ചറിൽ വരുന്ന ക്വാളിറ്റിയൊക്കെ. ഈ ക്രിസ്മസ് പപ്പമാരുടെ കൂട്ടം കണ്ടോ, നമ്മൾക്ക് ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ആവും. നമ്മളെ പുറകിൽ നിന്ന് ഇങ്ങനെ വിളിക്കുന്ന പപ്പയൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ നമ്മളെ ചൂളമടിച്ച് വിളിക്കുന്ന കിളികൾ നിറഞ്ഞ കൂടുകളും എല്ലാം ഉണ്ട്. എല്ലാം ബാറ്ററിയിൽ പ്രവർത്തിച്ച് നമ്മളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അപ്പം നമ്മൾ ക്രിസ്മസ് ട്രീയുടെ ഒരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല ഓൺലൈനിൽ നമ്മൾ മേടിക്കുന്ന ആ ഒരു സംഭവം ഇതേ റേറ്റിനാണോ അത് നമുക്കറിയില്ല. കുറച്ചും കൂടി ചീപ്പായിട്ട് മേ ബി ഓൺലൈനിൽ കിട്ടുമായിരിക്കും. പക്ഷേ വെറൈറ്റീസും നമുക്ക് കമ്പയർ ചെയ്തെടുക്കാനും അതല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറൊക്കെ നോക്കിയെടുക്കാൻ പറ്റുന്നത് എന്തായാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശമ്പൂട്ടിനെ കൊണ്ട് ചുമ്മാ ഒന്ന് വന്നിരിക്കുകയാണ്. അവൻ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിച്ച് കൊടുക്കാമല്ലോ എന്ന് കരുതി നമ്മൾ ടോയ് സെക്ഷനിലേക്ക് വന്നു. ആൾക്ക് ഒരു ടോയ് പോലും വേണ്ട, അവന് വേണ്ടത് അബാക്കസാണ്. അപ്പോൾ അത് തപ്പി കുറേ നടന്നെങ്കിലും അത് കിട്ടിയിട്ടൊന്നുമില്ല. നമുക്ക് മേടിക്കാം കേട്ടോ. അപ്പോൾ അത് നക്ഷത്രക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വന്നു. അവിടെയും കുറേ നേരം നിന്നു. എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് നേരെ ഇങ്ങ് പോന്നു. അധികം സാധനങ്ങളൊന്നും നമ്മൾ മേടിച്ചില്ല. കാരണം നമ്മൾ ചുമ്മാ കറങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മളുടെ വീട്ടിലെ ക്രിസ്മസിന് നമ്മളെങ്ങനെയാണോ ഡെക്കറേറ്റ് ചെയ്യുന്നത്, അതായത് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതേപോലത്തെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. ഒരു വർഷം നമ്മളിത് മേടിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 4-5 വർഷം നമ്മൾ അത് നല്ല വൃത്തിയിലെടുത്ത് വെച്ചാൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്രിബ് മാത്രമാണ് നമ്മൾ എല്ലാ വർഷവും മാറ്റി മാറ്റി പണിതുകൊണ്ടിരുന്നത്. കാരണം അത് നമ്മൾ ഹാർഡ് ബോർഡില്ലേ, ബേസ് ബോർഡ് കൊണ്ട് ഉണ്ടാക്കുന്നതായതുകൊണ്ട് അത് മാത്രം നമ്മൾ എല്ലാ വർഷവും പുതുക്കി പണിയും. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികൾ ബാക്കിയുണ്ട്. നമുക്ക് വേണ്ടി സാധനങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം ആൻഡമാനിലായിരുന്നില്ലേ, അപ്പം ഈ ട്രാൻസ്ഫർ ആയപ്പോൾ വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ എന്തെങ്കിലും അങ്ങനെ പൊട്ടിപ്പോയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതല്ലേ. പിന്നെ മാത്രമല്ല ഒരു 3-4 വർഷം യൂസ് ചെയ്ത സാധനങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് വാങ്ങാൻ കരുതി വന്നതാണ്. അപ്പോൾ നമ്മൾ അതെങ്ങനെയാണ് തിരിച്ച് പാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളത് ഞങ്ങൾ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ പാക്ക് ചെയ്താൽ സേഫായിട്ട് ഇരിക്കും എന്നുള്ള രീതിയിൽ. ചെറിയ സാധനങ്ങൾ കേട്ടോ, വലിയ സാധനങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഇനി തുറക്കുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അടുത്ത നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ശമ്പൂട്ടനും അവൻ്റെ ഭാഗത്തു നിന്നുള്ള സെലക്ഷനൊക്കെ നടത്തി. വേറൊരു കാര്യങ്ങൾ അവന് വേണമെന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ച് എല്ലായിടും ഒന്ന് കണ്ട് ഒരു എക്സിബിഷന് പോയ ഫീൽ ഉണ്ടായിരുന്നു. എല്ലായിടും ഒന്ന് കണ്ടിട്ട് വന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും തണുപ്പിൻ്റെയും നമ്മുടെ ഇപ്പോഴത്തെ ഒരു റൊട്ടീൻ്റെ ഭാഗമായിട്ടൊക്കെ തൊണ്ടയിൽ കിച്ചും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് എന്തായാലും പുറത്തുനിന്ന് ഫുഡൊന്നും കഴിക്കേണ്ട എന്ന് തീരുമാനിച്ചു. അപ്പം ഞങ്ങൾക്ക് ശമ്പൂട്ടിന് ഒരു ഐസ്ക്രീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഹെൽത്തൊക്കെ ഓക്കെ ആയതുകൊണ്ട് അവനത് മേടിച്ച് കൊടുത്തു. നമ്മൾ രണ്ടുപേരും ഓരോ കരിക്കൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോയിട്ടോ. പാർക്കിങ്ങിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എല്ലാവരും ബൈക്കിൽ തന്നെ വരുന്നത് കൊണ്ട് ബൈക്ക് എടുക്കാൻ കുറച്ച് പാടുപെട്ടു. എന്നാലും നേരെ വീട്ടിലേക്ക് പോന്നു. ഇനി ബാക്കി വിശേഷങ്ങൾ നാളെ കാണാം കേട്ടോ. ടാറ്റാ.